വിശുദ്ധ ഖുർആനിൽ മഹാനായ കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബിയുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിനോട് എത്രയോ നാൾ ദ്വാരുന്നു, യജമാനനായ റബ്ബേ, നിന്നെ ഒന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മഹാന്മാരായ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കരുത്തുള്ള മാനസിക പക്വതയുള്ള പ്രവാചകനാണ് മൂസ നബി. അല്ല പറഞ്ഞു, മൂസ, നിനക്കത് താങ്ങാൻ പറ്റൂല, എന്നെ കാണാൻ നിനക്കാവില്ല. കാരണം എന്റെ പ്രഭയുടെ ഒരു അംശം നിന്നിലേക്ക് വന്നാൽ നീ ബോധരഹിതനായി വീഴും. അള്ളാഹുവിനോട് വീണ്ടും പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഏറ്റവും ഒടുവിൽ അല്ലാഹു തആല കരീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തൂർ സീനാ പർവ്വതത്തിലേക്ക് വരാൻ പറയുന്നു. അല്ല പറയുന്നു, എന്റെ നൂറിന്റെ പ്രഭയുടെ ഒരു അംശം മാത്രമാണ് മൂസ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് നീ സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കോ. മൂസാ നബിയുടെ കൺപോളകളിലേക്ക് അള്ളാഹുവിന്റെ നൂറിന്റെ ഒരു അംശം വന്നപ്പോഴേക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ, മൂസാ നബി തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിൽ ബോധരഹിതനായി വീഴുന്നു. എന്നാൽ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ എല്ലാ അതിർവരമ്പുകളെയും സീമകളെയും ലംഘിച്ചുകൊണ്ട് ലോകത്ത് മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന യജമാനനായ റബ്ബിന്റെ മുന്നിൽ പോയിട്ട് അതാ കാണിക്ക സമർപ്പിക്കുന്നു. 5 വഖ്ത് നമസ്കാരത്തിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം കൃത്യമായിട്ട് അല്ലാഹുവിന് നൽകുന്ന കാണിക്ക അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. യജമാനനായ റബ്ബിന്റെ മുന്നിൽ മുത്ത് റസൂലുള്ള വെച്ച കാഴ്ചയാണ്, മുത്ത് റസൂലുള്ള കാണിച്ച കാണിക്കയാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, ലോകം ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രവാചകനായി നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഞാനിത് പറയുമ്പോ കഴിഞ്ഞ വർഷം 2009 ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും, മലയാള മനോരമയിൽ വിദേശ കോളത്തിൽ വന്ന വലിയൊരു വാർത്ത. ഞാനത് വിട്ടു സൂക്ഷിച്ചിട്ടുണ്ട്. എന്താണ് ആ വാർത്തയുടെ ഉള്ളടക്കം എന്നറിയോ? ബ്രിട്ടൻ എന്ന് പറയുന്ന സാമ്രാജ്യത്വത്തിന്റെ ഉത്തുംഗതയിൽ വിരാജിക്കുന്ന ബ്രിട്ടനിൽ 2009 ജൂൺ മാസത്തിനു ശേഷം ജനിച്ചു വീണ നവജാത ശിശുക്കൾക്ക് അവിടെയുള്ള അമ്മമാർ, അവരുടെ ഉമ്മമാര് ആവേശത്തോടെ ആ കുഞ്ഞുങ്ങൾക്ക് തെരഞ്ഞെടുത്തിരിക്കുന്ന പേര്. നമുക്കറിയാം, നമുക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നാം എവിടെയൊക്കെ വിളിച്ചന്വേഷിക്കും, എല്ലാ തങ്ങന്മാരെയും ഉസ്താദന്മാരും ഒക്കെ വിളിച്ചു ചോദിക്കും, ഒരു നല്ല പേര് പറഞ്ഞു തരണം. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ബ്രിട്ടനിൽ 2009 ജൂൺ മാസത്തിന് ശേഷം പിറന്ന മലയാള മനോരമ വ്യക്തമായി കണക്ക് കൊടുക്കുന്നു. 7800ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് ഇട്ടിരിക്കുന്ന പേര് ഒരു കാലഘട്ടത്തിൽ ജാക്സൺ എന്നും ജോർജ് എന്നുമൊക്കെ ആവേശത്തോടെ മക്കളെ വിളിച്ചിരുന്ന ബ്രിട്ടനിലെ വലിയൊരു ജനസമൂഹം 20ാം നൂറ്റാണ്ടിൽ പുരോഗതിയുടെ ഉത്തുംഗതയിൽ ആവേശത്തോടെ മക്കൾക്കിടാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പേരേതാണെന്നറിയോ? നമ്മുടെ നേതാവ്, മദീനയുടെ രാജാവ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് എന്ന് പറയുന്ന പേരിന് ലോകം ആവേശം കണ്ടെത്തിയിരിക്കുന്നു. മുഹമ്മദ് എന്ന പേര് ആവേശത്തോടെ ലോകം അംഗീകരിച്ചിരിക്കുന്നു. എന്തേ കാരണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുമൊരു സാക്ഷി മാത്രമല്ല, ഖുർആൻ അതാ വ്യക്തമായി പഠിപ്പിക്കുന്നു, ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ. മുത്ത് റസൂലുള്ള സുവിശേഷകനാണ്, ഹബീബായ നേതാവ് സുവിശേഷകനാണ്. അധർമ്മത്തിന്റെയും അരാജകത്വത്തിന്റെയും കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞ വരുന്നൊരു സമൂഹത്തെ പ്രശോഭിക്കുന്ന പ്രഭാതീരത്തേക്ക് കൈപിടിച്ചുയർത്തിയ സുവിശേഷകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലേ, അള്ളാന്റെ റസൂല് പരിശുദ്ധ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി വന്ന ഘട്ടം, ആ കാലഘട്ടം ആധുനിക ലോകം ആ ലോകത്തെ പരിചയപ്പെടുത്തിയത് ഡാർക്ക് ഏജ് എന്ന ഇരുണ്ട യുഗം. ചരിത്രം പഠിപ്പിക്കുന്നു, 3 ഡബ്ല്യുകൾക്ക് വേണ്ടി ജീവിച്ച ഒരു കാലഘട്ടം. വാർ, വൈൻ ആൻഡ് വുമൺ. കള്ള്,
പെണ്ണ്, യുദ്ധം, ഈ 3 വിഷയങ്ങളിൽ മാത്രം ജീവിതത്തെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞുകൂടിയ ഒരു സമൂഹം. ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ മദ്യത്തിന്റെ ആസക്തിയിൽ ജീവിച്ചു പോന്ന വലിയ വലിയ ആളുകൾ മരണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിൽ തന്റെ ബീജത്തിൽ ജനിച്ച മക്കളെ വിളിച്ചു വരുത്തിയിട്ട് വസിയ്യത്ത് ചെയ്യുമായിരുന്നുവത്രേ. എന്തായിരുന്നു വസിയ്യത്ത് ചെയ്തിരുന്നത്? എന്തായിരുന്നു മക്കളെ വിളിച്ചിട്ട് വസിയ്യത്ത് ചെയ്തിരുന്നത്? മക്കളെ, ഉപ്പ മരിക്കുകയാണ്, നിങ്ങളുടെ വാപ്പ ഇതാ പിരിയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഈ രാജ്യത്തെ ഏറ്റവും മഹത്തരമായ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ മുറ്റത്ത് കൊണ്ടുപോയി കബറടക്കണമെന്നല്ല. മറിച്ചിട്ട് മക്കള് വിളിച്ചിട്ട് പറയും, വാപ്പിച്ച് മരിക്കുമ്പോ നിങ്ങളോട് പറയാനുള്ള ഏറ്റവും ഒടുവിലത്തെ അഭിലാഷം, എന്റെ ജീവിതത്തെ ഈ രൂപത്തിൽ ആനന്ദത്തിലെത്തിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് മുന്തിരിക്കള്ളാണ്. മുന്തിരിക്കള്ളി എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആനന്ദമാണ്. അതുകൊണ്ട് വാപ്പ മരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ മുന്തിരി വിളയുന്ന മുന്തിരിത്തോപ്പ് വിലക്കെടുത്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ മുന്തിരി കായ്ക്കുന്ന മുന്തിരിച്ചെടിയുടെ ചുവട്ടിൽ എന്നെ കുഴിച്ചിടണം. എന്തേ കാരണം? ഈ വാപ്പിച്ചിയുടെ മയ്യത്ത് മണ്ണോടരിഞ്ഞ് എല്ലും അതും മറ്റുമൊക്കെ നുരുമ്പി തീരുമ്പോ ഈ ശരീരത്തിലേക്ക് ആ മുന്തിരി വള്ളിയുടെ വേരിറങ്ങി വരുമ്പോ ആ വേരിൽ നിന്നെങ്കിലും വാപ്പിച്ചിക്ക് ആഹ്റമാകുന്ന ലോകത്ത് അല്പം മുന്തിരിക്കള്ളിയുടെ സ്വാദാസ്വദിച്ചാൽ അതിനേക്കാൾ ഈ വാപ്പയോട് നൽകുന്ന ഒരു കടപ്പാട് നിങ്ങൾക്കില്ല. കണ്ടോ നിങ്ങള്? കള്ളിന്റെ അത്ര വലിയ അഡിക്റ്റുകളായ ഒരു സമൂഹം കഴിഞ്ഞില്ല. ചരിത്രം പറയുന്നു, കള്ളുഷാപ്പുകളിൽ മതിമറന്ന് കൊള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന കള്ളുകുടിയന്മാർ അവരുടെ മുന്നിൽ ഇരിക്കുന്ന ഗ്ലാസിലേക്ക് ഒരു ഈച്ച വന്ന് പാറി വീടുകയാണ്. എന്നിട്ട് ആ ഈച്ച ആ ഗ്ലാസിലുള്ള കള്ളിൽ കിടന്ന് പിടയുന്നു, ആ കള്ളിലേക്ക് മുങ്ങി മരിക്കുന്നു. ആ ഈച്ചയെ പൊക്കിയെടുത്തിട്ട് പാടിയത്രേ, എത്ര വലിയ ഭാഗ്യവാൻ, നിനക്ക് കിട്ടിയ ഭാഗ്യം എത്രടാ, കള്ള് കുടിച്ച് മരിക്കാൻ പറ്റിയില്ലേ, ഇതിനേക്കാൾ വലിയ ഭാഗ്യമുണ്ടെന്ന് കരുതി പാറിപ്പറക്കുന്ന പറവയെ പൊക്കി വാനോളം പാട്ടുപാടിയ കാട്ടറബികളെ അല്ലാഹുവിന്റെ റസൂല് സംസ്കരിച്ചു. ഘട്ടം ഘട്ടമായി സംസ്കരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. ആ പേര് കേൾക്കുമ്പോ ലോകത്തെ വിശ്വാസി ജനകോടികൾ ആവേശത്തോടെ റളിയല്ലാഹു അൻഹു ചൊല്ലും. ആരായിരുന്നു ഉമർ എന്നറിയുമോ? ഒരു കാലഘട്ടത്തിൽ മക്കയിലെ മലമടക്കുകളെ കിടുകിടാ വിറപ്പിച്ച് ഒരു കയ്യിൽ വാളും മറ്റൊരു കയ്യിൽ കള്ളിന്റെ കുപ്പിയും വായി നിറയെ തെറിപ്പാട്ടുമായി നടന്നു നീങ്ങിയ അറേബ്യൻ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ ധിക്കാരിയായ ഉമറിനെ അല്ലാഹുവിന്റെ റസൂൽ സംസ്കരിച്ചു. എന്നു മാത്രമല്ല, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാറുണ്ടെങ്കിൽ അതിനുള്ള പൂർണ്ണമായ അർഹത സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനാണ്. അത്രമാത്രം ഉന്നത പദവിയിലേക്ക് ഉമറുൽ ഫാറൂഖിനെ എത്തിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാന്റെ റസൂല് കള്ളിനെതിരെ പ്രഖ്യാപനം നടത്തിയ ഏറ്റവും ഒടുവിലത്തെ അധ്യായം പരിശുദ്ധ ഖുർആനിലൂടെ വന്നു. ഇന്നമൽ ഹംറു വൽ മൈസറു എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് വന്നപ്പോ നിങ്ങൾക്കറിയോ, മദീന സാമ്രാജ്യത്തില് ഏറ്റവും വലിയ ബാറിന്റെ ഉടമയായിരുന്നു സയ്യിദുനാ അബൂ തൽഹ. ഇവിടെയുള്ള ചെറുകിട കള്ളിഷാപ്പ് പോലെയല്ല, ഒരേ സമയം 900-ലധികം വരുന്ന ആളുകൾക്ക് കള്ളു കുടിക്കുവാൻ പറ്റുന്ന വിശാലമായ ബാറിന്റെ ഉടമ, അറേബ്യ കണ്ട ഏറ്റവും വലിയ അബ്കാരി കോൺട്രാക്ടർ അബൂ തൽഹയുടെ മുന്നിൽ ചെന്നിട്ട് അലിയാർ തങ്ങൾ പറയുന്നു, അബൂ തൽഹ, കള്ളിനെതിരെയുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധ ദീനിന്റെ ഏറ്റവും ഉന്നതമായ ഏറ്റവും ഗൗരവമായ താക്കീത് വന്നിരിക്കുന്നു. ഇനി കള്ളു വിൽക്കല്ല എന്ന് പറയുന്ന ആ സെക്കൻഡിൽ, ഒരു സെക്കൻഡ് പോലും താമസിച്ചില്ല, ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് കള്ളു കുടിക്കുന്ന മുഴുവൻ കള്ളുകുടിയന്മാരുടെ മുന്നിൽ നിന്നും ഗ്ലാസുകൾ തല്ലിയെറിഞ്ഞ് പൊട്ടിച്ചു. കഴിഞ്ഞില്ല, ലിറ്റർ കണക്കിന് ബാരൽ കണക്കിന് കള്ളു സൂക്ഷിക്കുന്ന തന്റെ ഗോഡൌണിലേക്ക് കയറി ചെന്ന് അള്ളാന്റെ ദീനിത് വിലക്കിയിട്ടുണ്ടോ? മുത്ത് റസൂലുള്ള വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ?
വേണ്ട, ഈ കള്ള് വിറ്റുള്ള ഒരു ജീവിതം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മദീനയുടെ തെരുവോരങ്ങളിലൂടെ 3 ദിവസം, ചരിത്രം പറയുന്നു 3 ദിവസം കള്ളിന്റെ പുഴ ഒഴുകിയിരുന്നു. ആ രൂപത്തിൽ കള്ളിനെതിരെ, ലോകത്താദ്യമായി മദ്യത്തിനെതിരെ, ലോകത്താദ്യമായി വിപ്ലവം രചിച്ച നേതാവ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്കറിയോ, ഇന്ന് ലോകത്ത് നടക്കുന്ന വിപത്തുകളിൽ, ഇന്ന് രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന കുടുംബകലഹങ്ങളിൽ കേരള ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ കണക്ക് പ്രകാരം 70% വരുന്ന ആത്മഹത്യയുടെ പിന്നിലും കള്ളുകുടിയന്മാരാ. ഇന്ന് രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാഹനാപകടങ്ങളിൽ 80% മദ്യപാന്മാരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന കുടുംബ കലഹങ്ങളിൽ ഭൂരിപക്ഷവും കള്ളുകുടിയന്മാരുടെ വീട്ടിലാ. അള്ളാന്റെ റസൂല് കള്ളിനെ പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായും ഇത് പൈശാചികമാണ്. കഴിഞ്ഞില്ല. ഇങ്ങനെ അരാജകത്വത്തിന്റെ വാഗ്ദാക്കളായി കഴിഞ്ഞുകൂടിയ ജനവിഭാഗത്തെ അള്ളാന്റെ റസൂൽ സംസ്കരിച്ചു. അങ്ങനെ സംസ്കരണ ദൗത്യത്തിന് മുന്നിൽ നിന്ന മുബശ്ശിറാണ്, സുവിശേഷ സന്ദേശം അറിയിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. കണ്ടോ, കള്ളിന്റെ അടിമകളായ ഒരു സമൂഹത്തെ റസൂലുള്ള സംസ്കരിച്ചു. കഴിഞ്ഞില്ല. നമുക്കറിയാം, ഇന്ന് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിലാണ്. അല്ലാഹു ഈ സന്തോഷം നിലനിർത്തി തരുമാറാവട്ടെ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യൻ സാമ്രാജ്യത്തിലെ പെൺകിടാങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ഉമ്മമാരുടെ അവസ്ഥ എന്തായിരുന്നു? എന്റെ പ്രിയപ്പെട്ടവരെ, നാട് മുഴുവനും കയറി നടന്ന് 50ഉം 60ഉം പെണ്ണുകെട്ടി, അതേ അതിലുണ്ടാകുന്ന ഭാര്യ, അതിലുണ്ടാകുന്ന മക്കളെ മൃഗീയമായി കശാപ്പ് നടത്തിയൊരു സമൂഹം. ചരിത്രം പറയുന്നു, പൂർണ്ണ ഗർഭിണികളായ ഭാര്യമാരെ അറേബ്യൻ നാട്ടിലുള്ള ആളുകൾ, വലിയ ആളുകൾ കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു അത്രേ. ലേബർ റൂമിലേക്കല്ല, അല്ലെങ്കിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രസവിപ്പിക്കാനല്ല. അറേബ്യൻ സാമ്രാജ്യത്തിലെ വിജനമായ മരുഭൂമിയിലെ വലിയ പരുങ്പാറ കെട്ടുകൾക്കരികിൽ കെട്ടിയുണ്ടാക്കിയ പൊട്ടക്കിണറുകളുടെ സമീപത്തേക്ക്, കൊടിച്ചുണ്ടാക്കിയ കുടിമാടങ്ങളുടെ സമീപത്തേക്ക്, എന്നിട്ട് ഭാര്യയോട് താക്കീത് നൽകും, പെണ്ണേ, നീ പ്രസവിക്കുന്നത് പെണ്ണാണോ? എന്നാൽ ഈ കാണുന്ന കുഴിയിലേക്ക് ചവിട്ടി തൊഴിച്ചിട്ടിട്ട് മണ്ണിട്ട് മൂടണം.